ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ കുട്ടികളുടെ സ്കൂൾ കോമ്പറ്റീഷൻ ആയിരുന്നു. അതിൻ്റെ വ്ലോഗാണ് കാണാൻ പോകുന്നത്. കുമ്പഴ മൗണ്ട് ബദനി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണിവർ. 6 കുട്ടികളുണ്ടായിരുന്നു അന്ന് പ്രോഗ്രാമിന്. യു പി, എൽ പി തന്നെ 1, 2 ക്ലാസ് വേറെ ജൂനിയേഴ്സ്, 3, 4 ക്ലാസ് 3, 4ൻ്റെയും തൊട്ടടുത്ത ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഇവരുടെ മേക്കപ്പ് കണ്ടാലോ? സ്കൂളിൽ പോകുന്ന വിശേഷങ്ങളും പെർഫോം ചെയ്യുന്നതും അങ്ങനെയെല്ലാം. വിനീതാണ് മേക്കപ്പ് ചെയ്യാൻ വന്നത്. ആദ്യം മേക്കപ്പ് ചെയ്യാനിരുന്നത് ജോനയാണ്. പിന്നെ അന്നത്തെ ദിവസം ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഈ മോളാണ് ജോന. ആദ്യമായിട്ടാണ് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. പിന്നെ അപ്പുറത്തിരിക്കുന്നത് ഗൗരിയാണ്. ഗൗരിയുടെ കലോത്സവം കഴിഞ്ഞ വർഷത്തെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനിതിൽ മെൻഷൻ ചെയ്തേക്കാം, എല്ലാവരും കയറി നോക്കണേ. ഇത് പുണ്യ ലൈവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പുണ്യയ്ക്ക് 2 ഐറ്റം ഉണ്ട്, ഭരതനാട്യവും ഫോക്കും. ഇതെല്ലാം അങ്കത്തട്ടിലെ പുതിയ പടയാളികളാണ് കേട്ടോ. ഇത് അവന്തികയാണ്, കൊച്ചുകുട്ടി. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ശ്രേയസ്. അന്ന് ശരിക്കും ടെൻഷനുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഇത്രയും പേര് ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ സെയിം കാറ്റഗറിയിൽ മത്സരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ എല്ലാവരും നന്നായിട്ട് ചെയ്തു. എല്ലാവർക്കും പ്രൈസ് ഉണ്ട്. അതിനേക്കാൾ ഉപരി അവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ മുടിയില്ലാത്ത അവന്തിക കുട്ടിക്ക് മുടിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് മേക്കപ്പ് മാന്. വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ കുട്ടി ആളാകെ മാറിപ്പോയി. ഒരു ഫോക്കാണ് നമ്മുടെ അവന്തിക കുട്ടി കളിച്ചത്. അവളുടെ ഡ്രസ്സ് മഞ്ഞയും ബ്ലാക്കും ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു. നല്ല രസമായിരുന്നു ഒരുക്കി കഴിയുമ്പോൾ. ഒരുക്കി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്ത് അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നതൊക്കെ.
ശ്രേയസും അവന്തികയും ഒരേ കാറ്റഗറി ആയിരുന്നു, 1, 2 ക്ലാസ്സുകൾ. അപ്പോൾ അവർക്ക് രാവിലെ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അവർ റെഡിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുമായിരുന്നു. ശ്രേയസിൻ്റെ ഐറ്റം പെരുന്തച്ഛനായിരുന്നേ. കളിക്കുന്നവർക്ക് 11 മണിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു. കുറച്ചുകൂടെ സമയമുണ്ടായിരുന്നു എടുക്കാനായിട്ട്. രണ്ടുപേർക്കും ഇറങ്ങാനുള്ള നേരമായ പ്രദക്ഷിണയൊക്കെ തന്നു, ചിലങ്കയൊക്കെ കെട്ടി. ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് കാണാൻ പറ്റിയില്ല. ഞാനിവിടെ ഭരതനാട്യം ഒരുക്കുന്ന കുട്ടികളോടെയായിരുന്നു, അവരോടെയാണ് സ്കൂളിലോട്ട് പോയത്. പക്ഷെ രണ്ടുപേരും നന്നായിട്ട് ചെയ്തു. അവന്തികയ്ക്ക് ഫസ്റ്റും ശ്രേയസിന് 3rd ഉണ്ടായിരുന്നു.
ജോനയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ആൾ ഭയങ്കര ടെൻഷനിലാണ്. ഫസ്റ്റായിട്ട് കോമ്പറ്റീഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷനാണ്. പുണ്യ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സബ് ജില്ലയിൽ ഫോക്കിന് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഗൗരി അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് മുൻപ്. എന്നാലും എല്ലാവർക്കും ടെൻഷനാണ്, എനിക്ക് ടെൻഷനാണ്. അങ്ങനെ 3 പേരും റെഡിയായി ദക്ഷിണയൊക്കെ വെച്ച് സ്കൂളിലേക്ക് ഇറങ്ങാൻ പോവാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ റീലൊക്കെ എടുത്തു. അങ്ങനെ സ്കൂളിലെത്തി. ഇനിയാണ് ടെൻഷൻ. സ്റ്റേജിൽ കയറാൻ പോവാണ്. അപ്പോഴേക്കും ദേവന്തിയെ കുട്ടി വന്നു. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഭാഗം വിട്ടോ നീയോ? അപ്പോൾ പറഞ്ഞു നന്നായിട്ട് മൊത്തം വിട്ടു, മൊത്തം കളിച്ചു. ഇതിനിടയ്ക്ക് ഞങ്ങളൊരു റീലെടുത്തു. ഈ റീൽ എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കാണണേ. അപ്പം അങ്ങനെ ആദ്യം ജോന സ്റ്റേജിൽ കയറി കളിച്ചു. അത് കഴിഞ്ഞ് ഗൗരിയുടെ ഭരതനാട്യ സ്വാമിനാനന്ദൻ അടിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുണ്യ കളിച്ചു. പുണ്യയുടെ രൂപമു ജൂജിയായിരുന്നു. പുണ്യയ്ക്ക് 2nd ഉണ്ട്, ഗൗരിക്ക് 3rd ഉണ്ട്, ജോനയ്ക്ക് A ഗ്രേഡ് ഉണ്ട്. പുണ്യയ്ക്ക് ഫോക്ക് ഡാൻസും കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഫോക്ക് ഡാൻസിന് റെഡിയായിട്ടിരിക്കുകയാണ്. വേറെ കുറേ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നേ. അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പുണ്യക്കുട്ടി സ്റ്റേജിൽ തകർത്തു. 2nd പ്രൈസ് ഉണ്ട്. സ്കൂൾ കോമ്പറ്റീഷൻ എപ്പോഴും കുട്ടികളുടെ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
സിംഗിളായിട്ട് അവർ സ്റ്റേജിൽ കളിക്കുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് കിട്ടാനും അതുപോലെ തന്നെ സ്റ്റാമിന കൂടാനും ഒക്കെ ആ സിംഗിൾ പെർഫോമൻസ് അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിംഗിളായിട്ട് കളിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും, ഡാൻസ് പഠിക്കുന്ന എല്ലാവരും, നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു സിംഗിളായിട്ട് കളിക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.